നാടൊന്നാകെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന സ്കൂൾ മുറ്റമായിരുന്നു സാറേ ഇത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ എൻ്റെ മക്കൾക്ക് തന്നെ ഇത് വന്നല്ലോ. ഈ പ്രകൃതി അവരുടെ ഭാഗ്യമാണെന്ന് ഞാൻ എപ്പോഴും അവരോട് പറയുമായിരുന്നു സാറേ. ഈ പുഴയും മലയും വയലേലകളൊക്കെ അവരുടെ സ്വന്തമാണെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുമായിരുന്നു സാറേ. എൻ്റെ മക്കൾ പോയി, എൻ്റെ പൊന്നോമ്പരകൾ പോയി സാറേ. കാറ്റടിച്ചേ മഴ പെയ്തുടച്ചേ മിഴി പൂട്ടിയ നേരമിവാനിടിഞ്ഞ് കൈവഴുതി ഉടൽ വേർപിരിഞ്ഞ് പുഴ കാട്ടുതി പോലിങ്ങാഞ്ഞടിച്ച് പുഴ കാട്ടുതി പോലിങ്ങാഞ്ഞടിച്ച് ഈ ചൂളയിൽ നീന്തി മീൻ പിടിച്ച് മറുപച്ചകൾ തേടി പോരടിച്ച് കാത്തിരിപ്പിൻ കനൽ കെട്ടടങ്ങി എന്നോമന പൈതലേ നീയവിടെ എന്നോമന പൈതലേ നീയവിടെ. സാർ, പുഴയ്ക്ക് നല്ല അടിയൊഴുക്കുണ്ട്. ഇന്നലെ ഇതിൽപ്പെട്ടവരാരും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഏകദേശം 38 കിലോമീറ്റർ അകലിൽ നിന്ന് പോലും മൃതദേഹങ്ങൾ ലഭിച്ചു എന്നാണ് അറിയുന്നത്. ഏയ്, അവിടെ മുഴുവൻ കഴുത്തറ്റം ചെളിയാണ്, സൂക്ഷിക്കണം. ലക്ഷ്മി, നമ്മുടെ മക്കൾ ഇവിടെ ഉണ്ട്. ലക്ഷ്മി, ഇതെല്ലാം എടുത്ത് മാറ്റി. ശ്രദ്ധിച്ചു ലക്ഷ്മി. ലക്ഷ്മി, ഇതൊക്കെ എടുത്ത് മാറ്റി. മോനെ, മോളെ, കുഞ്ഞി. ലക്ഷ്മി, നമ്മുടെ കുഞ്ഞി തുമ്മ ഇവിടെ ഉണ്ട്. കുഞ്ഞി, കുഞ്ഞി, കുഞ്ഞി. മോളെ, എണീക്ക് മോളെ. തുമ്മി, തുമ്മിക്ക് എന്താ പറ്റി? മോളെ, തുമ്മിക്ക് എന്താ പറ്റി? മോളെ, തുമ്മി അച്ഛനെ കയ്യിലേക്ക് താ. ചക്കരമുത്തേ ചെല്ലത്തത്തേ കവിളിൽ മൊത്തം തന്നാട്ടേ ചന്ദ്രനപ്പോ നിന്നും നിൻമുഖം എന്തേ എന്നെ നോക്കാത്തേ തുമ്പിപ്പെണ്ണെ തൂവാൽ മൈനെ തഞ്ചത്തിൽ നീ വന്നാട്ടേ വന്ന ചെല്ലവുമായി അച്ഛൻ കാത്തു നിൽപ്പാണേ. അച്ഛനെ കാണാൻ കൊതിയായി ഞാൻ അകലെ നോക്കി നിൽപ്പാണ്. തുമ്പി എന്നൊരു വിളി കേൾക്കാനായി എന്നും കാത്തിരിപ്പാണ്. ഞാനെന്നും കാത്തിരിപ്പാണ്.
എന്താ അച്ഛാ വരാൻ വൈകിയേ? വയനാട്ടിൽ സംഭവിച്ചത് കേരള മനസാക്ഷിയെ മാത്രമല്ല ലോക മനസാക്ഷിയെ പോലും ആഴമേറെ വിനയാഴ്ത്തിയ ഒന്നാണ്. വയനാട്ടിൽ സംഭവിച്ച ഈ ദുരന്തം ഒരു പാഠമാണ്. കണ്ണീർ കൈകളിൽ നമ്മെ ആഴ്ത്തി ഒപ്പം ഇന്നും ഒരു നൊമ്പരമായി നമ്മുടെ എല്ലാം ഓർമ്മയിൽ എവിടെയോ നിറഞ്ഞിരിക്കുന്ന ഒരു പാഠം, അല്ലെങ്കിൽ നിസ്സംശയം ഓർത്തിരിക്കേണ്ട ഒരു ഗുണപാഠം. ഇതെല്ലാം കണ്ടും കേട്ടും അധികാരികളുടെ മേൽ കുറ്റം ചുമത്തിയും നമ്മൾ നമ്മുടെ വീടുകൾ സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ എവിടെയോ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന ഭീതിയോടെ കഴിയുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർക്കണം. കൂടുതൽ പ്രകൃതി സംരക്ഷണ നയങ്ങളും നിയമങ്ങളും നിർമ്മിച്ച് നിരയായി നിരത്തുന്ന ഒരു സർക്കാരിനെയല്ല ഞങ്ങൾക്ക് ആവശ്യം. മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരെയും ജീവജാലങ്ങളെയും പ്രകൃതിക്കൊപ്പം സംരക്ഷിക്കുന്ന ഒരു സർക്കാരിനെയാണ്. ഇനി വരും തലമുറയ്ക്ക് പ്രകൃതിയെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള തിരിച്ചറിവ് പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്കായി ഈ ഏകാംഗ നാടകം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചന്ദ്രൻ